ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് നോമ്പാചരണത്തിലേക്ക് വചനത്തിലേക്ക് കിടക്കാം. ജോയലിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 12-13 തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. പ്രൈസ് ദി ലോർഡ്. ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ അറിയിച്ച ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. മിക്കവാറും എല്ലാ മതങ്ങളും നോമ്പാചരിക്കാറുണ്ട്. ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളൂടിയ നോമ്പാചരണങ്ങളുണ്ട്. ക്രൈസ്തവരുടെ ഇടയിലും വ്യത്യസ്തമായ നോമ്പുകൾ ആചരിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സംസ്കാരത്തിലൂടെ ആചരണം ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താണ് ഈ നോമ്പ്? എന്താണ് ഇതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, ലക്ഷ്യങ്ങൾ എന്ന് ചിന്തിക്കുക വളരെ അത്യാവശ്യമാണ്. നോമ്പ് എന്ന വാക്കിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നോവുക എന്ന ക്രിയയുമായി ബന്ധപ്പെട്ട് നോമ്പ് എന്ന വാക്ക് അമ്പ്, അതായത് 2 വാക്കുകൾ കൂടി ചേർന്ന് കിട്ടുമ്പോഴാണ് നോമ്പ് എന്നത് ലോപിച്ച് നോമ്പ് ആയി മാറുന്നത്. അത് നൊന്ത് സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ ആഴമളക്കാനുള്ള മാനദണ്ഡമാണ് സഹനം. സ്നേഹത്തിൻ്റെ ആഴമളക്കാനുള്ള മാനദണ്ഡമാണ് സഹനം എന്ന് പറയുമ്പോൾ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം വ്യക്തമായിട്ട് പറയാണ്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ആശയം വ്യക്തമാകുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യോഹന്നാന്റെ 15-ാം അധ്യായത്തിലെ 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വാക്കിൻ്റെ ഉറവിടം തേടുമ്പോൾ കിട്ടുന്ന അർത്ഥം ഇതാണെങ്കിലും നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്ന വിവിധ തരത്ത കാര്യങ്ങളുണ്ട്. എന്താണ്? മാംസം, ഇറച്ചി, മീനും കഴിക്കരുത്, മുട്ട കഴിക്കരുത്, ചില പ്രത്യേക ഭക്ഷണങ്ങൾ വർജിക്കുക, ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുക, ദേഹത്ത് പഴയ നിയമത്തിലെ കുറച്ചും കൂടി പഴയ കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേഹത്ത് ഭസ്മം പൂശുക, ഒരു ദിവസത്തേക്കോ അനേക ദിവസത്തേക്കോ ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുക, തീർത്ഥാടനം നടത്തുക, ഇത് മല ചാട്ടുക, ഇതൊക്കെ നോമ്പാചരണത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആചാരങ്ങളാണ്. അതുപോലെ കുരിശിൻ്റെ വഴി നടത്തുക, ചെരുപ്പില്ലാതെ നടക്കുക, മുള്ളരിഞ്ഞാണം ധരിക്കുക, സ്വന്തം ശരീരത്തിൽ അടിക്കുക, മുറിവേൽപ്പിക്കുക എന്നിങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ ഇന്നും അന്നും പല മതങ്ങളും അതിൻ്റെതായ രീതിയിൽ പല സംസ്കാരത്തിലും നടക്കാറുണ്ട്. ഇസ്രായേൽ ജനം വെട്ടുകിളി ശല്യം എന്ന മഹാമാരി നേരിട്ട അവസരത്തിൽ ജോയൽ പ്രവാചകൻ വഴി ദൈവം നൽകിയ ആഹ്വാനമാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. ഉപവാസം, വിലാപം, നെടുവീർപ്പ് മുതലായ ബാഹ്യ പ്രവർത്തികൾ ആഴമേറിയ ആത്മീയ ഭാവങ്ങളുടെ പ്രകടനമാകണം. പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ജനം ഒന്നടങ്കം കർത്താവിന് മുമ്പിൽ വിലപിക്കണം, യാചിക്കണം. നോമ്പാചരണത്തിന് വിവിധ ഭാവങ്ങളാണ് ഇവിടെ തെളിയുന്നത്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വലിയൊരു മാനസാന്തരത്തിൻ്റെ അഥവാ ഹൃദയ പരിവർത്തനത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. അതാണ് പറഞ്ഞത്. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാവുന്നത് ഇവിടെയാണ്. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഹൃദയം നൊന്ത് കരയുക, നോവുക. വഴി മാറി നടന്നെങ്കിൽ നേരെ വഴി കണ്ടുപിടിച്ച് നടക്കാൻ ശ്രമിക്കുക. ദേശീയമായ അല്ലെങ്കിൽ ആ കാലത്ത് ദേശീയ പ്രതിസന്ധിയുടെ അവസരത്തിൽ ജോയൽ പ്രവാചകനിലൂടെ ദൈവം നൽകിയ ആഹ്വാനമാണ് ഏറെ പ്രസക്തമായിരിക്കുന്നു. അന്നത്തെ വെട്ടുകിളിയുടെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് മറ്റനേകം മഹാമാരികൾ ദൈവം പലപ്പോഴും നമുക്ക് തരുന്നുണ്ട്. കൊറോണ സമയം, കോവിഡ് സ്ഥലത്തൊക്കെ നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. എന്നെല്ലാം കഷ്ടപ്പാടുകൾ മനുഷ്യവംശം അനുഭവിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിനെ വിളിച്ചു കരയുന്ന പഴയ നിയമകാലത്ത് നമുക്ക് ജീവിച്ചിരുന്ന വലിയൊരു മനുഷ്യവംശം ഉണ്ടായിരുന്നു. ഇവിടെ നോമ്പാചരണം ഏറെ പ്രസക്തമാകുന്നു. ഏതാനും ചില ബാഹ്യ അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങാതെ യഥാർത്ഥമായൊരു ഹൃദയ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നതാകണം നോമ്പാചരണം. നൊന്ത് സ്നേഹിക്കുക, ദൈവത്തെയും സഹജീവികളെയും ഈ പ്രപഞ്ചത്തെയും മുഴുവനും
ആവശ്യമായ അവസരത്തിൽ കൂട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കുക. അങ്ങനെ അത് നോവായി മാറുക, സ്നേഹമായി മാറുക. സ്നേഹത്തിൻ്റെ ആഴമളക്കുന്ന മാനദണ്ഡം സഹനമാണെന്ന് നോമ്പാചരണം അനുസ്മരിക്കുന്നു. ഈ അനുസ്മരണം നമുക്ക് അനുസരണയാക്കി മാറ്റണം. ഈ അനുസരണത്തിലൂടെ നോമ്പാചരണം മുന്നിലേക്ക് പോകും വേണം. അപ്പോൾ നമുക്ക് നോമ്പാചരണത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലൂടെ അതിനെ ആചരിക്കാനും അതേ അർത്ഥത്തിൽ പശ്ചാത്താപ വിവശനായി ദൈവത്തിലേക്ക് അടുക്കാനും നോമ്പാചരണം ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ നമ്മളെ പഠിപ്പിക്കട്ടെ. ദൈവം അതിനായിട്ട് നമ്മൾ ഒരുക്കട്ടെ. നമുക്ക് വിട്ടുകൊടുക്കാം. നല്ലവനായ യേശുവേ, ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഈ നോമ്പാചരണത്തിൻ്റെ വിവിധമായ ശക്തമായ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി സഹനത്തിലൂടെ മുന്നേറിക്കൊണ്ട് ദൈവമേ അങ്ങിലേക്ക് തിരിച്ചു വരാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്നുള്ള സത്യം ഞങ്ങൾക്ക് തിരിച്ചറിയാനും അതിലൂടെ അങ്ങ് കണ്ടെത്താനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.